الحمد لله رب الأرض ورب السماء وجعل الدنيا لذريته دار عمل لا دار الجزاء ونزل القرآن لما في الصدور شفاء نحمده تبارك وتعالى على النعماء والسراء ونستعينه على البأساء والضراء ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله إن الله سميع عليم ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവൻ ഒരുക്കി വെച്ച സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചകളും മോഹിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി നാം ഓരോരുത്തരും പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകർക്ക് കാരുണ്യമായി കൊണ്ട് ഏറ്റവും നല്ല ഒരു വിളക്കായിക്കൊണ്ട് അല്ലാഹു തആല നൽകിയിട്ടുള്ള അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില ഗുണപാഠങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ഒരു അവസാനത്തെ ഭാഗം എന്ന നിലക്ക് ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ലോകർക്ക് മുഴുവൻ നന്മയായി വെളിച്ചവുമായി വന്ന ദൂതരാണ് എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഏറെ പ്രശംസിച്ച പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിച്ചുകൊണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, താങ്കളെ നാം സാക്ഷിയാക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകനാക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് താക്കീത് നൽകുന്ന നദീറാക്കിയിരിക്കുന്നു. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന നല്ല ഒരു ഗുണകാംക്ഷയുള്ള പ്രബോധകനാണ് താങ്കൾ. നല്ല വ്യക്തമായ വെളിച്ചവുമായി കൊണ്ട് അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ക്ഷണിക്കുന്ന ഒരു മഹാദൗത്യത്തിന്റെ ഉടമയാണ് താങ്കൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർക്ക് ലോകത്ത് മരണം വിധിച്ചിട്ടുണ്ട്.
ഖുർആനിൽ ആയത്തിറങ്ങി, ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, നിങ്ങൾ മയ്യിത്താകുന്നതാണ്, വ ഇന്നഹും മയ്യിതൂൻ, അവരും മയ്യിത്താകുന്നതാണ്. എല്ലാവരും മരിക്കും. മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അത് വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ നാളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ രോഗം ബാധിച്ച് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പ്രവാചകരോട് ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ, രോഗി എന്ന നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ നബിനോട് ചോദിച്ചു, നബിയെ, നല്ല വിഷമമുണ്ടില്ലേ, നല്ല വേദനയുണ്ടില്ലേ, ശക്തമായ പനി ഉണ്ടല്ലേ നബിയെ എന്നിങ്ങനെ പ്രയാസകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ പഴിച്ചില്ല, രോഗത്തിനെ കുറ്റം പറഞ്ഞില്ല, ഏതെങ്കിലും കാര്യങ്ങളെ ആക്ഷേപിച്ചില്ല. പ്രവാചകൻ കൊടുക്കുകയാണ് അജൽ, അതെ, എനിക്ക് പ്രയാസമുണ്ട്, വിഷമങ്ങളൊക്കെയുണ്ട്. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് വല്ല പ്രയാസവും ജീവിതത്തിൽ നേരിട്ടാൽ ഇല്ലാ ഹാത്തല്ലാഹു അൻഹു ഖതായ, ആ രോഗവും പ്രയാസവും നീങ്ങിപ്പോകുന്നിടത്തോളം കാലം അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ശുഭാപ്തി വിശ്വാസമാണ്. ആ രോഗവും ആ പ്രയാസവും അവന് വരുന്നതോടെ അവന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. കമാ തഹാതു വറഖശ്ശജരി, മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ പാപങ്ങൾ അതിലൂടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് രോഗം നമുക്ക് വന്നാൽ ഒരിക്കലും തന്നെ രോഗത്തിനെ പഴിക്കരുത്. കൃത്യമായ ചികിത്സകളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുന്നു. രോഗം മാറാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗികളാകുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ്, വേണമെങ്കിൽ 8 ദിവസങ്ങളിലും ധാരാളക്കണക്കിന് ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. മരണത്തിന് മുമ്പ് ഉള്ള ഏതാനും ദിവസങ്ങളിൽ സാധാരണയില്ലാത്ത തുരുതുരാ വസിയത്തുകൾ നൽകുകയാണ്. സ്വഹാബത്തിനെ എല്ലാവരെയും അടുത്ത് വിളിച്ച് 5 ദിവസം മുമ്പ് പറയുകയാണ്, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹൈഹിം മസാജിദാ. സ്വഹാബ, നമ്മുടെ മുമ്പുണ്ടായിരുന്ന യഹൂദികൾ, നസ്രാനികളൊക്കെ ഉണ്ടല്ലോ, അവരെ പറ്റി പറയാണ്, അവര് കാനോ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ, അവരുടെ നാട്ടിലുണ്ടായിരുന്ന പ്രവാചകന്മാര് അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ മരിച്ചാൽ അവരുടെ ഖബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കും. അലാ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, ഒരിക്കലും ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. ഇന്നി അൻഹാക്കും അൻ ദാലിക, ഞാൻ നിങ്ങളോട് ആ കാര്യം വിലക്കുകയാണ്. നമ്മളൊരു നല്ല മുസ്ലിമാണെങ്കിൽ ഈ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് നൽകിയിട്ടുള്ള ഈ വസിയത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത്? നമ്മുടെ പരിസരത്തെ പല പള്ളികളുടെയും ഉള്ളിൽ വരെ മക്ബറകളുണ്ട്. പുറത്ത് പള്ളികളുടെ വരുമാനങ്ങൾ മക്ബറകളാണ്, ദർഗകളാണ്, മഖാമുകളാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ശക്തമായി വിരോധിക്കുകയാണ് ഈ കാര്യം. ഒരു പ്രവാചകന്റെ വസിയത്തെങ്കിലും മരണത്തിന് മുമ്പ് നടത്തിയ ഈ വിലയേറിയ ഗൗരവമായ വസിയത്ത് എന്താണ് പ്രിയപ്പെട്ട ഉമ്മത്തിലുള്ളവർ ചിന്തിക്കാത്തത്? ആളാരാണ്, പേരാണെന്തെന്ന് അറിയാത്ത ആളുകളുടെ മഖാമുകൾ വരെ കെട്ടി ഉയർത്തി ആരാധിക്കുന്ന, പൂജിക്കപ്പെടുന്ന കാലഘട്ടം. അവിടുന്ന് നബി പറയാണ്, സ്വാലിഹീങ്ങളുടെ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധിച്ചത് കാരണം കൊണ്ട് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കും.
അള്ളാന്റെ ലഅനത്ത് കിട്ടുന്ന കാര്യമാണ്. ഖബർ സിയാറത്ത് ചെയ്യണം. ഖബറിലേക്ക് കയറി ചൊല്ലുമ്പോ പ്രാർത്ഥനയുണ്ട്. ഖബറാളിക്ക് വേണ്ടി, അവന്റെ മഗ്ഫിറത്തിന് വേണ്ടി, അവന്റെ നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥനയുണ്ട്. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. അത് കൃത്യമായി പഠിപ്പിച്ചതാണ്. പക്ഷേ ഖബറാളിയോട് പ്രാർത്ഥനയില്ല, അവിടെ പോയി സുജൂദ് ചെയ്യലില്ല, അവിടെ മറ്റേതെങ്കിലും നിലക്കുള്ള പൂജാകർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സ്വാലിഹിന്റേതാണെങ്കിലും നബിയുടേതാണെങ്കിലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് വിഷമത്തോടെ വേവലാതിപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മുമ്പ് പല പ്രവാചകന്മാരുടെയും ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് റബ്ബേ. ആ പ്രാർത്ഥനയാണ് 1400 കൊല്ലം കഴിഞ്ഞിട്ടും അത് അത്രമാത്രം സൂക്ഷിക്കപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത് റബ്ബേ. എത്രക്ക് വലിയ ശക്തമായ താക്കീതാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നൽകിയ ഗൗരവപ്പെട്ട വസിയത്താണ് അസ്സലാത്ത് വമാ മലക്കത്ത് ഐമാനുക്കും. നിസ്കാരം സൂക്ഷിക്കണം, നിസ്കാരം ശ്രദ്ധിക്കണം. നിസ്കാരം ഗൗരവമാണ്. നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരോടുള്ള ബാധ്യത ഗൗരവമാണ്. നമസ്കാരത്തിന്റെ കാര്യം ഇടക്കിടക്ക് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. സ്വഹാബത്ത് നമസ്കരിക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുന്നു. ബോധം നഷ്ടപ്പെടുന്നു. ബോധം തെളിയുന്ന ഘട്ടത്തിൽ നമസ്കാരത്തിന്റെ കാര്യം അവിടുന്ന് ചോദിക്കുന്നു. ഇത്ര ഗൗരവമുണ്ടോ? ഇത് ഉണ്ട്. പരലോകത്ത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. ആദ്യമായി പരലോകത്തെ വിചാരണക്ക് വെക്കുന്നത് നിസ്കാരത്തിന്റെ കാര്യമാണ്. അവരൊക്കെ വീട്ടിൽ നിസ്കരിച്ചോന്നല്ല നോക്കുന്നത്, പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ എല്ലാവരും ഉണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേദനക്ക് സഹിച്ചിട്ട് അവസാനം ചിരിച്ച ഒരു രംഗണ്ട് ഹദീസിൽ. എപ്പോഴാ ചിരിക്കുന്നറിയോ? നബി വിരിങ്ങനെ നീക്കി നോക്കിയപ്പോ പള്ളിയിൽ സുബഹിന്റെ സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ ജമാഅത്തായി വന്ന് നമസ്കരിക്കുന്ന രംഗം കണ്ട് നബി ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു നേതാവിന്റെ കുളിർമയാണത്. നമസ്കരിക്കുന്ന പള്ളിയിൽ വരുന്ന ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാത്തിക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ ഈ ഉപദേശം ഒന്ന് കേൾക്ക്. ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഫസ്വല്ലി സ്വലാത മുവദ്ദിഇൻ, അവസാനമായി നമസ്കരിക്കുന്നവനെ പോലെ നിസ്കരിക്കണം. നല്ല ഒതുക്കത്തിലും ഖുശൂഇലും ഭക്തിയിലും നീ നിസ്കാരം നിർവഹിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ. നിങ്ങളുടെ ദീനിൽ നിന്ന് ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നത് ഖുശൂ ആയിരിക്കും. ഒരു ഭക്തി ഉണ്ടാവില്ല. ഖുർആൻ ഓതും, ഒരു ഭക്തി ഉണ്ടാവില്ല. നിസ്കരിക്കും, ഈമാൻ ഉണ്ടാവില്ല, ഖുശൂ ഉണ്ടാവില്ല. നോമ്പൊക്കെ നോൽക്കും, അതങ്ങനെ ചടങ്ങിനങ്ങനെ കഴിഞ്ഞു പോകും. നിങ്ങളിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുന്നത് ഖുശൂ ആയിരിക്കും. വആഖിറു മാ തഖദിഫൂന മിൻ ദീനികും അസ്സലാ. നിങ്ങളുടെ ദീനിൽ നിന്ന് അവസാനം നഷ്ടപ്പെടുന്നത് നിസ്കാരമായിരിക്കും. ഒരു കോം വരും, ആ കോം അവസാനമാകുമ്പോഴത്തേന് നിസ്കാരം പോലും ഇല്ലാത്ത ലെവലിലേക്ക് എത്തിപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹ റാലികളിൽ 100 കണക്കിന് ആളുകളുണ്ട്. അന്നദാനത്തിന് ചോറ് വിതരണം ചെയ്യുന്നിടത്ത് 100 കണക്കിന് ആളുകൾ അത് ലഭിക്കാൻ വേണ്ടി തിരക്ക് പിടിക്കുന്നുണ്ട്. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് എത്ര പേരുണ്ടാകാറുണ്ട്? എവിടെയാണ് സ്നേഹം? എന്താ ഇതിനൊരു ഗൗരവം കാണാത്ത? മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബ് പഠിപ്പിക്കുകയാണ്, അസ്വലാ വമാ മലക്കത്ത് ഐമാനുക്കും. നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്താലും പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോഴും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്, അങ്ങാടിയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്, ക്ലബിലിരുന്ന് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്.
പക്ഷെ അന്നൊന്നുമില്ല, റാലിയിൽ സജീവമാണ്. നമ്മൾ ആലോചിക്കാം, നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ആ പ്രവാചകന്റെ മാതൃകയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അവസാന നാളുകൾ കണ്ട സ്വഹാബിമാര് പറയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളോട് നബി തങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ ഓരോന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു. സുഖല്ല, പനിച്ച് വിറക്കുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്, കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞങ്ങളോട് ഓരോന്ന് പറയുകയാണ്. അങ്ങനെ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരേ, ഇന്നഹു ലം യബ്ക മിൻ മുബശ്ശിറാത്തിൻ നബുവത്തി ഇല്ല റുയ സ്വാലിഹ. പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ മനുഷ്യർക്ക് ലഭിക്കുന്ന ചില നല്ല സ്വപ്നങ്ങളായിരിക്കും ഒരു സന്തോഷ വാർത്തയുണ്ടാവുക. വഹി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ചില സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർക്ക് ചില നല്ല സ്വപ്നങ്ങളിലൂടെ ചില വിവരങ്ങൾ ലഭിക്കും. എന്നിട്ട് പറഞ്ഞു, അലാവ ഇന്നി നുഹീതു അൻ നഖറഅൽ ഖുർആന, വിശുദ്ധ ഖുർആനിനെ ഓതുന്നത് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. റാകിഅൻ ഔ സാജിദാ, റുകൂഇലും സുജൂദിലുമായിരിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ ഓതരുത്. പിന്നെ അവിടെ എന്താ ചെയ്യാ? ഫസബ്ബിഹു വഅള്ളിമുഹു, അല്ലാഹുവിനെ തസ്ബീഹ് നടത്തി അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. വഅമ്മ സുജൂദ, എന്നാൽ സുജൂദിന്റെ വേളകളിൽ ഫജ്തഹിദു ഫിദ്ദുആ, നിങ്ങൾ നന്നായി ദുആ ചെയ്തോളൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയാണ്. ദുആ നഷ്ടപ്പെടുത്തേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട എന്ന ഉപദേശം ഞങ്ങൾക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ വേണ്ടി വന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്, ഒരു അറാഖിന്റെ കൊള്ളിയും പല്ല് തേച്ചു കൊണ്ട് വരികയായിരുന്നു. സ്വഹാബത്ത് പല്ല് തേക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു, വായ വൃത്തിയാക്കുന്നതിന് പ്രാധാന്യമുണ്ടായിരുന്നു. മത്ഹറത്തുൻ ലിൽ ഫമി, പല്ല് തേക്കുക എന്നത് വായക്ക് ശുദ്ധീകരണമാണ്. വമർദാത്തുൽ ലിറബ്ബി, റബ്ബിന് ഭയങ്കര തൃപ്തിയുള്ള കാര്യമാണ് വായ വൃത്തിയാക്കുക. 5 നേരത്തെ വുളൂഇന്റെ കൂടെ എന്റെ ഉമ്മത്തിന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു ഒന്ന് പല്ലു തേക്കുക എന്നത്. അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുമ്പോൾ ഈ അറാഖിന്റെ കൊള്ളി കൊണ്ട് വന്നപ്പോൾ നബി ആ കൊള്ളി ഒന്ന് കിട്ടിയൊന്ന് പല്ല് തേച്ചാ തരക്കടില്ല എന്ന് തോന്നി. അത് വേണോ നബി എന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിങ്ങനെ സോഫ്റ്റ് ആക്കി കൊടുത്ത് ആയിഷ ബീവി ചവച്ച് ചവച്ച് ആ അറാഖിന്റെ കൊള്ളി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചു. സുഹൃത്തുക്കളെ, വായ വൃത്തിയാക്കുന്നതും പല്ല് വൃത്തിയാക്കുന്നതിന്റെയും മഹത്വമൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വഹാബത്ത് കാണുകയാണ്, ഒരു വൃദ്ധനായ ആളുടെ പ്രയാസങ്ങൾ കാണുന്നില്ല, സൗന്ദര്യ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല. അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിലുണ്ടായിരുന്ന തലമുടിയിലും താടി രോമങ്ങളിലും കേവലം 20 രോമങ്ങൾ മാത്രമായിരുന്നു നിരവാദിച്ചത്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. അസുഖം ബാധിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് വലാ ദിർഹമം വലാ ദീനാറ, കോടികളുടെ ആസ്തിയില്ല, ദിർഹമുകളില്ല, ദീനാറുകളില്ല, ഒട്ടകമില്ല, സ്വത്തുക്കളില്ല. വഅർളൻ ജഅലഹാ സ്വദഖത്തൻ, ഒരു ഭൂമി കുറച്ചുണ്ടായിരുന്നു. ആ ഭൂമി വരെ സ്വദഖ ചെയ്തിട്ടാണ് പോകുന്നത്. വീട്ടിലെ പ്രയാസങ്ങൾ കാരണം കൊണ്ട് പടയങ്കി പണയപ്പെടുത്തിയിട്ടാണ് അവസാന കാലഘട്ടത്തിൽ വിളക്കില്ലാതെ ഒന്ന് തിരിതെളിയിക്കാൻ പാകമില്ലാതെ അയൽപ്പക്കത്തു നിന്ന് എണ്ണ മേടിച്ചു കൊണ്ടുവന്ന രംഗം ആയിഷ ബീവി പറയുന്നുണ്ട്. ഒരു വലിയ ഇസ്ലാമിക ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിൽ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ദീനിന്റെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ ആഡംബര കാറുകളിൽ സുഖലോലുപരായി താൻ മരിച്ചാലും തന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും 10 തലമുറക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ച് പോകുന്ന നേതാക്കന്മാരല്ലേ? സുഖലോലുപതയുടെ മടിത്തട്ടിൽ ആഡംബര ചുംബികളായി കൊണ്ടിരിക്കുന്ന മണിസൗധങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് മുടിവിറ്റും നബിതങ്ങളുടെ പേര് പറഞ്ഞ് മുടിയും പൊടിയും എല്ലാം വിറ്റ് പണമുണ്ടാക്കുന്നവർ ആലോചിക്കുക,
നമ്മുടെ നേതാവ് ഇവിടുന്ന് പോകുമ്പോൾ കോടികൾ കൊണ്ടുപോയില്ല. ഉള്ളത് മുഴുവൻ സ്വതക്ക ചെയ്ത് വലിയ പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോഴും സ്വതക്കയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ശുദ്ധ ഖുർആൻ പറഞ്ഞു, സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത ലയഖുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും, ജനങ്ങളുടെ പൈസ പോക്കറ്റടിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ വഴികേടിലാക്കുന്നവരുമാകും. ദീനും കൊണ്ടുപോകും, പൈസയും കൊണ്ടുപോകും. ശ്രദ്ധിച്ചോളി, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ 61-ാമത്തെ ആയത്തിൽ കാണാം ഈ പ്രവാചകർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള താക്കീത്, പ്രവാചകൻ നൽകിയ വസിയത്ത്, ഈ പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹുദയുടെ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതെ ലംഘിച്ചുകൊണ്ട് അതിനെ പരിഗണിക്കാതെ നടന്നാൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂർ 61-ാമത്തെ ആയത്ത്. ആ പ്രവാചകന്റെ കൽപ്പനക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അൻ തുസീബഹും ഫിത്ന, അവർക്കൊരുപാട് ഫിത്ന ബാധിക്കും, നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും ദുനിയാവിൽ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനിക്കുന്ന വലിയ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ലംഘിക്കുന്ന ധിക്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി എന്റെ ഉമ്മത്തിൽ ചില സംഘങ്ങൾ ഉണ്ടാകും. ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാം, എന്റെ ഉമ്മത്തിൽ നിന്ന് അവസാന നാളിൽ ചില കൗമുകൾ രംഗത്ത് വരും. ശ്രദ്ധിച്ചോളി, എങ്ങനെയുള്ളവരാണ്? യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാക്കും. വ്യഭിചാരത്തിന്റെ വിവിധ വഴികൾ ഓപ്പണാക്കി ഹലാലാക്കി കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എന്താ പ്രശ്നം? വൽഹരീർ, പട്ടുവസ്ത്രം അനുവദിക്കപ്പെടാത്തവർ പോലും ഹലാലാക്കി അതിനെ മാറ്റുന്ന കാലം വരും. അടുത്തത് വൽഖംർ, മദ്യം ഹലാലാക്കി മാറ്റുന്ന കാലഘട്ടം വരും. കഴിഞ്ഞ ആഴ്ച 813 കോടിയുടെ മദ്യം കേരളത്തിൽ ഓണത്തിന്റെ പേരിൽ കുടിച്ചു. സുഹൃത്തുക്കളെ ആലോചിക്കും, മദ്യത്തിന് പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം ഒരു ഹലാലായ വസ്തുവിനെ പോലെ ആക്കി മാറ്റുന്ന ഒരു ഖൗമുണ്ടാകും. നാലാമത്തേത് വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള വിനോദങ്ങളും പാട്ടുകളും അനുവദനീയമാക്കുന്ന ഒരു ഖൗമുണ്ടാകും. ഇനി ഈ ഹദീസ് വായിച്ചിട്ട് പറയും, എങ്ങനെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ അകമ്പടിയോടെ മദ്ഹ് പാടി DJ മ്യൂസിക്കുകളെ പോലെ നാണിപ്പിക്കുന്ന രൂപത്തിൽ സമൂഹ മധ്യത്തിലൂടെ പണ്ഡിതന്മാരും സയ്യിദന്മാരും സാദാത്യങ്ങളും ഈ മആസിഫിന്റെ വിശദീകരണം ആലാത്തുൽ ലഹ്വി വൽ മ്യൂസിഖ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗപ്പെടുത്തിയുള്ള വിനോദങ്ങൾ, ഇത് അനുവദനീയമായ വിധേന പണ്ഡിതന്മാര് വരെ മൈക്കു സെറ്റെടുത്ത് അങ്ങാടിയിലൂടെ വലിയ ശബ്ദത്തിലിട്ടുകൊണ്ട് നടക്കുമ്പോ ആലോചിക്കണം, മദ്ഹിന്റെയും സ്വലാത്തിന്റെയും പേര് പറഞ്ഞ് മആസിഫ് കൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലോകത്തിന് ഏറെ മാർഗദർശിയായി നമുക്ക് നൽകി റഹ്മത്തുൽ ലിൽ ആലമീനായ ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് വില കൊടുക്കാത്ത ഒരു അവസ്ഥ വന്നാൽ വലിയ ഫിത്നകളും വലിയ കുഴപ്പങ്ങളും വേദനയേറിയ ശിക്ഷകളും നമ്മളെ കാത്തിരിക്കുന്നു. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ആരാ വിസമ്മതിച്ചവർ? അള്ളാഹുവിനെയും റസൂലിന്റെയും കൽപ്പന ധിക്കരിച്ചവരാരാണോ അവര് സ്വർഗത്ത് പ്രവേശിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിലില്ലാത്ത, മതത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു അനുഷ്ഠാന ആചാര നിയമം കൊണ്ടുവന്ന് നടത്തിയാൽ നാളെ ഹൗദുൽ കൗസറിന്റെ ശുദ്ധമായ
ആ പാനീയം പോലും കുടിക്കാൻ പറ്റാതെ സുഹഖൻ സുഹഖാ ലിമൻ ബദ്ദല ദീനീ, ദൂരേക്ക് നിങ്ങൾ മാറിപ്പോകണം. എൻ്റെ ദീനിനെ, എൻ്റെ കാലശേഷം നിങ്ങൾ മാറ്റം വരുത്തിയവരാണെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന രംഗമൊന്ന് ചിന്തിക്കുക. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ളതാണ് ബിദ്അത്തുകൾ, മതത്തിൽ ഇല്ലാത്ത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ പരിശോധിക്കുക, നമ്മുടെ സ്വഭാവങ്ങളെ പരിശോധിക്കുക, നമ്മുടെ നിലപാടുകളെ പരിശോധിക്കുക. നമ്മുടെ നേതാവ് നമ്മളെ ഏൽപ്പിച്ച് പഠിപ്പിച്ചു തന്ന ആ അനന്തര സ്വത്താകുന്ന ഇൽമ് സ്വീകരിക്കുന്ന, അനുസരിക്കുന്ന, പിൻപറ്റുന്നവരാണോ? അതല്ല, അതൊന്നും മാനിക്കാതെ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടവരാണോ എന്ന് സ്വയം വിലയിരുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ ജീവിച്ച് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇവരാണ് സ്വർഗാവകാശികൾ, ഇവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞിട്ട് ചില ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്, നമ്മൾ വിശദീകരിച്ചു. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലുൻ, സകാത്ത് കൊടുക്കുന്നവരാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളും കരാറുകളും പൂർത്തിയാക്കുന്നവരാണവർ. നമുക്ക് ഓരോ അമാനത്തുണ്ട്, നമുക്ക് ഓരോ അഹദുകൾ, കരാറുകളുണ്ട്. അത് ലംഘിക്കാനുള്ളതല്ല, അത് പൂർത്തിയാക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർക്ക് ഫിർദൗസ് അല്ലാഹ് അനന്തരം കൊടുക്കുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ഖൗമുകൾ വരും, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു അറാബിയായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഒരു ഖിയാമത്ത് നാളിനെ കുറിച്ച്, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഇദാ ളുയ്യഅത്തിൽ അമാന ഫന്തളിരിസ് സാഅ, അമാനത്ത് എപ്പോഴാണോ ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോളൂ. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ലംഘിക്കുക, ഏൽപ്പിക്കപ്പെട്ട അമാനത്തായ ചുമതലകൾ ഒരു വിലയും കൊടുക്കാതെ അതിനോട് നിഷ്പ്രഭമായ രൂപത്തിൽ പെരുമാറുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നീ കൂട്ടിക്കോ എന്നാ പറഞ്ഞു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അമാനത്ത് എന്ന് പറഞ്ഞാൽ വഹിയ നൗആനി, അത് രണ്ട് തരമുണ്ട്. വാഹിദ്, അതിൽ ഒന്നാമത്തേത് ഹുഖൂഖുല്ലാഹ്, അല്ലാഹുവിനോടുള്ള കടമകളാണ്, അമാനത്താണ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ളത്. രണ്ടാമത്തേത് ഹുഖൂഖുൽ ഇബാദ്, അടിമകളോട് ചെയ്യേണ്ടുന്ന കടമകളാണ്. ഇത് രണ്ടും പൂർത്തിയാക്കുന്നവരാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്ദഖുസ് സുദ്ഖി അൽ-അമാന, സംസാരങ്ങളിലെ ഏറ്റവും നല്ല സത്യസന്ധത വിശ്വസ്തത എന്ന ഗുണമാണ്. ഏൽപ്പിച്ചാൽ അത് ചെയ്യുന്ന, പൂർത്തിയാക്കുന്ന അമാനത്താണ് ഏറ്റവും നല്ല സത്യസന്ധത. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ദീന ലമൻ ലാ അമാനത ലഹു, ഒരു കാര്യത്തിലും വിശ്വാസത സ്വീകരിക്കാത്ത, വിശ്വസ്തനാകാത്ത മനുഷ്യന് ലാ ദീന ലഹു, അവന് ദീനില്ലാത്തവനാണ്.
അമാനത്ത് പാലിക്കാത്തവന് ദീനില്ലാത്തവനാണെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മൈമൂൻ ബിൻ മഹ്റാൻ റഹിമഹുല്ലാഹ് മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ നാട്ടിലെ 3 കാര്യങ്ങളുടെ കാര്യത്തിൽ അയാൾ നല്ല മനുഷ്യനോടാണെങ്കിലും ചീത്ത മനുഷ്യനോടാണെങ്കിലും പാലിക്കണം. 3 കാര്യങ്ങൾ നല്ല മനുഷ്യനാണെങ്കിലും ശരി, ചീത്ത മനുഷ്യനാണെങ്കിലും അയാളോട് നമ്മൾ പാലിക്കണം. സലാസത്തുൻ യുഅദ്ദിയന്ന ഇലൽ ബിർരി വൽ ഫാജിരി. ഫാജിറായാലും ബാറായ പുണ്യവാളനായാലും നിങ്ങൾ ചെയ്യണം അല്ലമാന. വിശ്വസിച്ച് വല്ല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശക്കാരനോടാണെങ്കിലും നിങ്ങൾ ആ ബാധ്യത തീർക്കണം. വല്ലഹദ, കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറ് നിങ്ങൾ അയാളോടും പാലിക്കണം. വസിലത്തുർ റഹ്മി, കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിലും ബിറായാലും ഫാജിറായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പൂർത്തിയാക്കണം. ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരുപക്ഷെ കുടുംബനാഥൻ മുതൽ മക്കൾ വരെ തൻ്റെ അമാനത്ത് എന്താന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ഈ വിഷയം പഠിക്കണം, ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നമസ്കാര ശേഷം മുനീർ ഷറഫിയുടെ വിജ്ഞാന സദസ്സുണ്ട്. കുടുംബസമേതം നമ്മളെല്ലാവരും പങ്കെടുക്കാൻ, അതുപോലെ തന്നെ പരിചയമുള്ളവർക്ക് അതിലേക്ക് ക്ഷണിക്കാൻ ഏറെ ശ്രദ്ധയോടെ താല്പര്യം കാണിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു അവധിയുടെ അവസാന ഘട്ടത്തിൽ ഇരിക്കുകയാണ്. ക്യാമ്പസുകളിലെ വിവിധങ്ങളായ പ്രതിസന്ധികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വലിയ വലിയ കോഴ്സുകൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗും ഡോക്ടറേറ്റ് ബിരുദവുമൊക്കെ നേടുന്ന ആളുകൾ പോലും ലഹരിയിലും അതുപോലെ തന്നെ മറ്റു വേണ്ടാത്ത പലതിലും പെട്ടതിൻ്റെ പുതിയ പുതിയ വാർത്തകൾക്ക് അത്തരം പ്രയാസങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് പേരിൽ എല്ലാ വർഷവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു സമ്മേളനം നടത്താറുള്ളത്. ഈ വർഷവും ഒക്ടോബർ 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്ത് ആ നന്മയിൽ പങ്കാളികളാക്കാൻ നാം അതീവ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നാം പഠിപ്പിച്ച കോഴ്സ് കൊണ്ട് നമുക്കും അവർക്കും ഉപകാരമില്ലാതായി പോകാൻ യഥാർത്ഥ തിരിച്ചറിവിൻ്റെ 3 ദിവസങ്ങളാണ് അവർക്ക് നൽകുന്നത്. എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആ വിഷയത്തിലേറെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ, മുറാദുകളെ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഞ്ചരക്കണ്ടിയിലുള്ള ഷിഹാബ് എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ നമ്മുടെ സഹോദരന്റെ മാതാവ് 2 ദിവസമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലാണ്, ഏറെ വിഷമത്തിലാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഉമ്മയുടെ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് പൂർണ്ണമായി വേഗത്തിൽ നീ ശിഫ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മറ്റു പല സഹോദരങ്ങളും പല ആളുകളും വസിയത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളിലൂടെയും വളരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. പള്ളി പരിപാലനത്തിൻ്റെ പ്രവർത്തന ഫണ്ടുകളിലേക്ക് ഒരു നിലക്കുമുള്ള മടി കാണിക്കാതെ അകമഴിഞ്ഞതിനെ സഹായിക്കാൻ ശ്രമിക്കുക. വിജ്ഞാന സദസ്സുകൾ, പഠന ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ കുടുംബസമേതം അവിടെ എത്താൻ വേണ്ടി നമ്മൾ ഏറെ മുൻപന്തിയിൽ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും ജോലിയിലും വരുമാനങ്ങളിലുമെല്ലാം അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ബന്ധുക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളെ എല്ലാം ഈമാനോടുകൂടെ നീ മരിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا آمنا فاكتبنا مع الشاهدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.